ഹലോ. എന്താ ഒറ്റയ്ക്കിരുന്നൊരാലോചന? ആലോചിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. ഇപ്പൊ ചിന്തിച്ചത് ദേവിക പറഞ്ഞത്. ഏത് വിധേനയും ആ തനൂജയെ ബലരാമനങ്ങൾ മകളായിട്ട് ഏറ്റെടുത്താൽ ചന്ദ്രോത്ത് സമാധാനം വീണ്ടു കിട്ടുമല്ലോ. ദേവിക പറഞ്ഞതനുസരിച്ച് തനൂജയെ അവരെ ഏറ്റെടുക്കാൻ വഴിയുണ്ട്. മുരളേട്ടൻ വന്നേ, കഴിക്കാന്നും പറഞ്ഞ് അമ്മ അവിടെ ഇരിപ്പുണ്ട്. ദാ 100 ആയുസാണല്ലോ, നോക്കിയേ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്നെ പറ്റിയാണോടാ? അല്ലല്ല, നിന്റെ പെണ്ണിനെ പറ്റി. ഓ, അല്ലെങ്കിൽ എന്നെ പറ്റി പറയാൻ ആർക്കാ അവിടെ നേരം? നീ തന്നെ അത് പറയണം. പിന്നെ നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എടാ, ദേവികയെ പറ്റി പറഞ്ഞ നീയും അതിൽ ഉൾപ്പെടുമല്ലോ. ഓ, അല്ല, എന്താ ഈ രാത്രിയില്? വെറുതെ വന്നതാണേ. ഇരിക്കടാ. ഇരിക്കാനൊന്നും സമയമില്ല മോനെ. വരുന്നു, നിന്നെ കാണുന്നു, പോകുന്നു. അതാണ് ഞങ്ങളുടെ ഷെഡ്യൂൾ. അതെന്താ മോനെ അത്രയ്ക്ക് ധൃതി? അല്ലാൻ്റെ അവിടെ അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാ. കാറ്റത്ത് ജനലടഞ്ഞ പോലും പേടിയാ. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞു പെട്ടെന്ന് ചെല്ലണേന്ന്. അതെ, പേടിയുണ്ടൊന്നും ആവില്ല. മരുമോളെ കാണാഞ്ഞിട്ടാവും. ദാ മുരളി, അന്ന് നീ തന്ന പണം. എടാ, ഇതിപ്പോ ഇങ്ങനെ ധൃതിപ്പെട്ട്. അല്ല, എന്തായാലും വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. പറഞ്ഞിരുന്ന അവധിയും താമസിച്ചു. നീനിതിപ്പോ ഒരു വിഷയാക്കണ്ട. കാശ് തന്ന ആള് പൈസ ചോദിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. നിന്നെ ഞാനത് അറിയിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. എടാ, തൽക്കാലം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചോ. സൗകര്യം പോലെ തന്നാ മതി. അത് വേണ്ട. ഇരിക്കട്ടെ മുരളിയേട്ടാ, ഞങ്ങളുടെ കയ്യിൽ വെച്ചിരുന്ന ചിലപ്പോ അത് ചെലവായിപ്പോ. എന്തൊരു വിധിയാ ദൈവമേ. എന്താ അമ്മേ? കാശിന്റെ മോളിൽ വളർന്ന കുഞ്ഞാ. എല്ലാവർക്കും വാരിക്കോരി കൊടുത്ത വീട് ഇപ്പൊ പലിശയ്ക്ക് കടം വാങ്ങുന്നു. അതിനെന്താ ആന്റി, കാശ് ഇന്ന് വരും, നാളെ പോകും. അങ്ങനല്ലേ ചൊല്ല്. അല്ല, തനുജയുടെ കാര്യമൊക്കെ എന്തായി? വൈകാതെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന തന്നെയാ ഗൗരി വിശ്വാസം. പക്ഷേ ഒരു കാര്യത്തിൽ തനൂജ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ഒരാൾക്ക് അമ്മയാരാണെന്ന് അറിയാനുള്ള അവകാശമുണ്ടല്ലോ. അങ്കിള് വേണം പറയാൻ. സിദ്ധാർത്ഥങ്ങളിന് ഉറപ്പായിട്ട് അറിയായിരിക്കുമല്ലോ. അങ്കിള് കാര്യം വെളിപ്പെടുത്തിയ എല്ലാം അവസാനിക്കും. അച്ഛനെല്ലാം തീരുമാനിക്കട്ടെ. ബാലു, ഞാൻ ലൈറ്റ് അണച്ചിട്ട് വരാം. ചന്ദ്രേ, എന്താ ബാലു? താൻ രാവിലെ പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് കാര്യം? നമ്മുടെ മോള് പോയി. ഇനിയുള്ള ജീവിതം റിയൽ ലൈഫ്. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നല്ലേ. സത്യം. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവുക. നമുക്ക് പ്രതീക്ഷിക്കാനും നമ്മളെ പ്രതീക്ഷിക്കാനും ആരെങ്കിലുമൊക്കെ വേണം. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാലു. ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ഈ പ്രസരിപ്പൊക്കെ പോകും. ശരീരത്തിന്റെ ബലം കുറയും. അപ്പോ നമ്മളെ താങ്ങാനൊക്കെ ആരെങ്കിലും വേണ്ടേ? ഓൾഡ് ഏജ് ഹോമുണ്ട്. ശമ്പളം കൊടുത്ത വീട്ടിലും ആളെ കിട്ടും. പക്ഷേ നമ്മളെ അച്ഛനും അമ്മയായി കണ്ടിട്ട് തണല് തരാനായിട്ടൊരാളുള്ളപ്പോഴല്ലേ സന്തോഷത്തോടെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റും. ബാലു എന്താ പറഞ്ഞോണ്ട് വരുന്നേ? ചന്ദ്ര,
ഞാൻ ചോദിക്കുന്നതിന് ശാന്തമായിട്ട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. എന്താ കാര്യം? നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ? ദത്തെടുക്കാനോ? താൻ സമാധാനായിട്ടൊന്ന് കേക്ക്. നമ്മുടെ രക്തത്തിലല്ലാത്ത ആര് വന്നാലും അകന്നു നിൽക്കുന്നതായിട്ടേ നമുക്ക് തോന്നും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.